ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 6 ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു. കുംഭൻ രാശിയിൽ ബുധൻ രാഹു സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ രാഹു ബുധനുമായിട്ട് ശുക്രന് കുംഭൻ രാശിയിൽ യോഗം വരുന്നു. അപ്പോൾ ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 6 ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത്. മാർച്ച് 1 വരെ കുംഭൻ രാശിയിൽ ശുക്രൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആ ശുക്രൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ കുംഭൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ലാഭസ്ഥാനമാണ്. അപ്പോൾ ശുക്രൻ്റെ മിത്രരാശിയാണ് ഈ കുംഭൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ശുക്രൻ എന്ന് പറയുമ്പം തന്നെ സുഖകാരകനാണ്. സമ്പത്തിൻ്റെയും റോയൽ ജീവിതത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. സൗന്ദര്യത്തിൻ്റെയും യൗവനത്തിൻ്റെയൊക്കെ പ്രണയത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. വിവാഹം, ദാമ്പത്യബന്ധം ഇവയുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ശുക്രനെ കാണാം. അപ്പോൾ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ശുക്രൻ, രാഹു, ബുധനൊക്കെ ബന്ധം വരുന്നത്. അപ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം, അതായത് കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്, അതുപോലെ 7ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ 2, 7 ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് 11ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നത്. ഫെബ്രുവരി 6 രാശിമാറ്റം. മാർച്ച് 1 വരെ ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്തായിരിക്കും. അപ്പോൾ പൊതുവെ ആ 11 രാഹുവുണ്ട്, 11 ബുധനുമുണ്ട്. രാഹു ബുധനുമായിട്ട് ആ ശുക്രന് ഒരു യോഗം വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ 11 ഈ പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് ആ ശുക്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ധനനേട്ടത്തിൻ്റെ ഒരു സമയം എന്ന് പറയാം ശുക്രൻ്റെ രാശിമാറ്റം. ഇപ്പോൾ 11 രാഹു നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. അപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക സ്ഥിതി ഉയരും, സമ്പാദ്യമൊക്കെ കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. സാമൂഹ്യ ബന്ധമൊക്കെ പൊതുവെ ശക്തമാകുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ശുക്രൻ വരുന്നത്. അപ്പം നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് നമ്മൾ നിവർത്തിക്കും, അല്ലെങ്കിൽ അത് സാധിക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10 വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൻ്റെ ഒക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ അതിനനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സംഭവവാസങ്ങൾ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാം. ശുക്രൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അത് ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, നമുക്ക് വ്യക്തിബന്ധങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്തുണ്ടാകാം. സാമൂഹ്യ ബന്ധങ്ങളൊക്കെ പൊതുവെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 7ാം ഭാവാധിപൻ 11 വരുന്നു. അതുപോലെ തന്നെ ദൈനംദിന വരുമാനമൊക്കെ പൊതുവെ കൂടാവുന്ന സമയമാണ്. ലാഭം വർദ്ധിക്കും. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ ആ 11 വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറയാൻ അത് സഹായകമാണ്. പൊതുവേ നമുക്ക് പുതിയ ബിസിനസ് കരാറിലൊക്കെ ഏർപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. 7ാം ഭാവത്തിൻ്റെ 5 ശുക്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക്
ഈ സന്താനത്തിൻ്റെ വിവാഹാലോചനകൾക്കോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിനോ ഒക്കെ ചിലപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റം വഴിതെളിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ശുക്രൻ 5ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അവിടെ ബുധനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് സന്താനങ്ങൾ വഴി സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും, സന്താന ഭാഗ്യം, അതുപോലെ ന്യായബോധം, മന്ത്രസാധന, ഈശ്വരഭയം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ പഠന വൈഭവം ഈ സമയത്ത് കൂടും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ നമ്മുടെ ഇൻ്റലിജൻ്റ് തലത്തിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ബുധനും ശുക്രനും ഒക്കെ 5ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനെന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 3-ന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ആ ശുക്രൻ 10-ലുണ്ടാകും. അതിനുശേഷം ഉച്ചരാശിയിലേക്ക് ശുക്രൻ 11-ലേക്ക് മാറുകയാണ്. അപ്പോൾ ആ 10-ൽ ഇപ്പോൾ ബുധനുണ്ട്, 10-ൽ രാഹുവും സ്ഥിതിയുന്നുണ്ട്. ബുധനും രാഹുവുമായിട്ടൊക്കെയുള്ളൊരു യോഗം ശുക്രന് വരുന്നുമുണ്ട് കർമ്മസ്ഥാനത്ത്. അപ്പോൾ 10-ലെ ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് കർമ്മസ്ഥാനത്ത് ചില സുഖാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷനൊക്കെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു പ്രായോഗിക സ്കില്ലൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിലിടത്ത് നമുക്ക് ഉത്തരവാദിത്വമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പബ്ലിക് ഇമേജൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പബ്ലിക് ഇമേജ്, പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ നമുക്കൊരു പ്രീതി, അവരുടെയൊക്കെ ഒരു ആദരവൊക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ പൊതുവെ കർമ്മനേട്ടങ്ങൾക്ക് അത് സഹായകമാകും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് എന്ത് തടസ്സങ്ങളുണ്ടായാലും ആ തൊഴിലിടത്തെ തടസ്സങ്ങളൊക്കെ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെയും ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 10-ലേക്കാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ അവസരങ്ങളുണ്ടാകും, തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്, തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഭാഗ്യ അനുഭവങ്ങൾക്കും കൂടെ സാധ്യത കാണുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. ശുക്രൻ 6ാം ഭാവാധിപനും കൂടിയാണ്. ആ 6ാം ഭാവാധിപൻ 10-ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. 6ാം ഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ 5-ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കോവർക്കേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം, അവരുടെയൊക്കെ ഉപദേശം ഒക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ സഹകരണമൊക്കെ തൊഴിലിടത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് ചിലർക്ക് ചിലപ്പോൾ ചില പ്രണയചിന്തയൊക്കെ ഉണ്ടായി എന്നും കൂടെ വരാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വർക്കിലൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. പൊതുവെ ആ ബുധനും ശുക്രനും ഒക്കെ കർമ്മസ്ഥാനത്ത് വരുന്നു. 10-ൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മേധാവിത്വ തലത്തിലൊക്കെ ഒരു സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുമതലകളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന സമയമായിരിക്കും. വർക്കൊക്കെ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയൊക്കെ ഈ സമയത്തുണ്ടാകും, അതിനുള്ള ശ്രമം ഉണ്ടാകും. 4ാം ഭാവരാശിയിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 4-ൽ ഇപ്പോൾ കേതു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് നമുക്ക് 4-ലൊക്കെ ആ ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ അല്പം സന്തോഷാനുഭവങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമൊക്കെ ഈ സമയത്ത് സ്ഥാപിക്കാൻ അത് നല്ലതാണ്. പ്രത്യേകിച്ച് ആ ബുധനും കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ നമുക്ക് നല്ല ഒരു ബന്ധം കുടുംബത്തിൽ നിലനിർത്താൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക. അതുപോലെ കടബാധ്യത ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഈ സമയത്ത് വിട്ടുനിൽക്കണം. അമിതമായിട്ടുള്ള അധ്വാനം, നമ്മൾ ചിലപ്പോൾ ചെറിയ ശാരീരികമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ വരാം. എങ്കിലും നമ്മുടെ വീക്ഷണത്തിലും നമ്മളെ കാഴ്ചപ്പാടിലുമൊക്കെ
നല്ല മാറ്റങ്ങളുണ്ടാകും. സാമൂഹിക ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും. അതൊക്കെ പൊതുവെ നമുക്ക് മനസ്സമാധാനം, മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ കുംഭരാശിയിലേക്കും രാശി മാറുന്നത് കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ 5ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6-ന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ബുധൻ നിപ്പുണ്ട്. അതോടൊപ്പം തന്നെ രാഹു ഭാഗ്യസ്ഥാനത്തുണ്ട്. രാഹുവും ബുധനുമായിട്ടൊക്കെ ഈ ശുക്രന് ബന്ധം വരുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ട് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ, എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടാകുന്ന സമയമായിരിക്കും. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. കലാകാരന്മാർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾ വഴി ഭാഗ്യനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഇഷ്ട വിഷയത്തിൽ, ഇഷ്ട സ്ഥാപനത്തിൽ നമുക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 5ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 5ലാണ് എന്നുള്ളത് കൊണ്ട് സന്താനങ്ങൾക്ക് വളരെ നേട്ടം ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ഗെയിൻ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്ക് വഴി വലിയ അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മത്സരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. പൊതുവെ ബുദ്ധിശക്തി, മെമ്മറി പവർ ഒക്കെ കൂടാവുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. തൊഴിലിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ശുക്രൻ 12ാം ഭാവാധിപനാണ്. ആ 12ാം ഭാവാധിപനെ ശുക്രൻ 9 വരിക എന്ന് പറയുമ്പോൾ വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 12ാം ഭാവാധിപൻ 9 നിൽക്കുക വഴി ഉണ്ടാകുന്നത്. തൊഴിൽ, ബിസിനസ് ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് കൂടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് 12ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ, വിദേശ യാത്രകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും ഗൂഢാലോചനകളിലോ ചതിപ്രവർത്തനങ്ങളിലോ ശത്രുക്കളുടെ കെണിയിലോ ഒക്കെ വീഴാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ ഈ സമയത്ത് വേണം. ബുധനും ശുക്രനും ഒക്കെ 3ാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ഓക്കുപ്പേഷണൽ സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ്, കൂടുന്ന സമയമാണ്. പൊതുവെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ധൈര്യം, അതുപോലെ ഒരു നേതൃത്വ പാഠവും ഒക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ ഈ ശുക്രൻ്റെ രാശിമാറ്റം അവർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, അതുപോലെ ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ 4ാം ഭാവാധിപനാണ്. അതുപോലെ ശുക്രൻ 11ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ ഫെബ്രുവരി 6-ന് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 1 വരെ ശുക്രൻ അഷ്ടമരാശിയിലായിരിക്കും സ്ഥിതി. അഷ്ടമരാശിയിൽ ഇപ്പോൾ രാഹു ഉണ്ട്. അഷ്ടമരാശിയിൽ ഇപ്പോൾ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ രാഹു, ബുധൻ ഇവരുമായി, ഈ ഗ്രഹങ്ങളുമായിട്ട് ശുക്രന് ബന്ധം വരികയാണ് അഷ്ടമരാശിയിൽ. അപ്പോൾ അഷ്ടമരാശിയിലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടം ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയോ അവരുടെ കുടുംബം വഴിയോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് അതിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ
ഈ 8 നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അല്പ സന്തോഷക്കുറവിന് അത് ഇടയാകാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ വീട്, വാഹനം ഇവയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ, അപ്പോൾ അത് തീർക്കുന്നതിന്, അത് റിപ്പയർ ചെയ്യുന്നതിന് എന്താ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുവഴിയുള്ളൊരു ധന ചെലവ്. ഇപ്പോൾ തൊഴിലിൽ സുഖക്കുറവിനോ അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും ഭയപ്പാടിനോ ഒക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ രഹസ്യമായി വച്ചിരുന്ന ചില കാര്യങ്ങൾ പുറത്തറിയുകയും അത് ചില മാനസികമായിട്ടുള്ളൊരു സ്ട്രെസ്സ് ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാക്കി എന്നും കൂടെ വരാം. 4-ാം ഭാവാധിപനാണ് ശുക്രൻ. ആ 4-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 5-ലായതുകൊണ്ട് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കിൽ, എഴുത്തിൽ, കലാപ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ശുക്രൻ 11-ാം ഭാവാധിപനായതുകൊണ്ട് 8-ലെ ശുക്രൻ പ്രത്യേകിച്ച് ദീർഘകാല നേട്ടം കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ പണം നിക്ഷേപിക്കുന്നതിന്, പണം മുടക്കുന്നതിനൊക്കെ ചിലപ്പോൾ ശ്രമം ഉണ്ടാകും. അത് ദോഷം ചെയ്യില്ല, എങ്കിലും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. വിവാഹം, ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. 11-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധം വഴിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അത് മുഖാന്തരം ഈ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ധനം ഡീൽ ചെയ്യുന്നതിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും സാത്വിക ചിന്തയൊക്കെ കൂട്ടി ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക്, സാൻമാർഗിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനും നമുക്ക് മെൻ്റൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനുമൊക്കെ അത് സഹായകമാകും. ഇപ്പോൾ ശുക്രനൊക്കെ 8 നിന്നിട്ട് 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ധനനേട്ടത്തിന് അത് സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനും കുടുംബ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ച് പരിഹരിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.